ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗദി വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. സൗദി വിസ എന്ന് പറയുമ്പോൾ അതിനകത്ത് വിസിറ്റ് വിസ വരും, റെസിഡൻസ് വിസ വരും, ഉംറ വിസ വരും, എല്ലാം വരും. മൾട്ടിപ്പിൾ എൻട്രി വിസ ഓപ്പൺ ആയോ എന്ന് ചോദിച്ചിട്ട് ഡെയിലി എൻക്വയറീസ് വരുന്നുണ്ട്, ഒരു രക്ഷയുമില്ല. അപ്പോൾ മൾട്ടിപ്പിൾ എൻട്രി വിസ സുഹൃത്തുക്കളെ ഇതുവരെയും ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്ന ഈ നിമിഷം വരെയും ആയിട്ടില്ല. പക്ഷെ എനി ടൈം ഓപ്പൺ ആകാൻ സാധ്യതയുണ്ട് എന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ ഞാനൊരു പ്രൊഫഷണൽ ഫീൽഡിൽ ഇരിക്കുന്ന ഒരാളായതുകൊണ്ട് തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ കൂടി വരുന്ന ആ ന്യൂസ് കണ്ടിട്ടോ അല്ലെങ്കിൽ കേട്ടറിയുന്ന കാര്യങ്ങൾ വെച്ചിട്ടോ ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ഗ്യാരണ്ടി പറയാൻ ഒരിക്കലും തയ്യാറല്ല, സാധ്യമല്ല. അപ്പോൾ എനിക്ക് ഒഫീഷ്യലായിട്ടുള്ള ഒരു അപ്ഡേറ്റ് വരുമ്പോൾ തീർച്ചയായിട്ടും ആ അപ്ഡേറ്റിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ എനിക്കൊരു ഗ്യാരണ്ടി നിങ്ങൾക്ക് മുന്നിൽ പറയാൻ കഴിയുള്ളൂ. അതുവരെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നൊരു വാക്കിലൂടെ പറഞ്ഞു നിർത്താനേ സാധ്യമുള്ളൂ. ഓക്കെ, പിന്നെ വേറെ എന്താണ് വിശേഷങ്ങൾ? ഉംറ വിസ ഇങ്ങനെ റേറ്റൊക്കെ കുറച്ച് കൊടുക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ട്, ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ഡോക്യുമെൻറ്റ്സ് വിത്ത് പേയ്മെൻറ്റ് വരുന്ന കേസ്. പേയ്മെൻ്റ് എന്ന് പറയുമ്പോൾ അഡ്വാൻസ് പേയ്മെൻറ്റ്, ഫുൾ പേയ്മെൻറ്റും ഡോക്യുമെൻറ്റ്സിനോടൊപ്പം തന്നെ അയക്കണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അപ്പോൾ അത് പിന്നെ അതിന് മുന്നേ ഡോക്യുമെൻറ്റ്സ് മാത്രം അയച്ചിരുന്ന കുറേ പേരൊക്കെ പേയ്മെൻറ്റൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോന്ന് അപ്രൂവൽ ആകുന്ന അനുസരിച്ചിട്ട് തന്നെ നമ്മൾ അവർക്ക് അയച്ചും കൊടുക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന പലർക്കും വിസ കിട്ടിയിട്ടുള്ളവരുണ്ടാവാം, വിസയ്ക്ക് കൊടുത്തിരിക്കുന്നവരുണ്ടാവാം. വിസ അപ്ലൈ ചെയ്തിരിക്കുന്നവർക്ക് ഇൻഷാല്ല ഇന്ന് നൈറ്റും നാളെ ഒരു ഉച്ചയോട് കൂടിയൊക്കെ വിസ അപ്രൂവൽ കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ ഒരു 48 hours നിലവിൽ വിസ കിട്ടുന്നുണ്ട് കേട്ടോ, 2 days കിട്ടുന്നുണ്ട്. പിന്നെ ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഈ ചാനലിലൂടെ ഉംറ വിസ വളരെ ഫാസ്റ്റായിട്ടും റേറ്റ് കുറച്ചും ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് എൻക്വയറീസ്, ഒരുപാട് ഇത് വരുന്നു. അപ്പം നിലവിലുള്ള നമ്മുടെ സ്റ്റാഫിന് മാനേജ് ചെയ്യാൻ പറ്റാത്തതിന് മേലെയുള്ള ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ നിലവിൽ 2 ദിവസം കൊണ്ട്, അതായത് 48 hours വിസ അപ്രൂവൽ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത്രയും ആപ്ലിക്കേഷൻസ് വരുമ്പോൾ ചിലപ്പോൾ 1-2 ദിവസം നമ്മുടെ ഭാഗത്തു നിന്ന് ചെറിയൊരു ഡിലേ വരുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം ഞാനത് ഓപ്പണായി പറയുമ്പോഴല്ലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ മറ്റൊരു ഡിലേയും തന്നെ നിലവിലില്ല കേട്ടോ. ഇത്രയും ആപ്ലിക്കേഷൻസ് ഏകദേശം ഇപ്പോൾ ഒരു 350-400 ആപ്ലിക്കേഷൻസ് ആയിക്കഴിഞ്ഞു. അൽഹംദുലില്ലാ, സന്തോഷം. ഒരുപാട് ദൂരെയുള്ള ആൾക്കാരും ചാനലിൽ അതിൽ കണ്ട് വിശ്വസിച്ച് നമുക്ക് വർക്ക് തരുന്നതിലും പിന്നെ ഞാനിതിൽ കൂടി പറയുന്ന അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് പലർക്കും ഒരുപാട് കാര്യങ്ങളും പ്രയോജനപ്പെടുന്നുണ്ടെന്നൊക്കെ അറിയുന്നത് കേൾക്കുമ്പോൾ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ട വേറെ എന്തൊക്കെ കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ട്രാവൽ ആൻഡ് ടൂറിസവുമായിട്ട് ബന്ധപ്പെട്ട ഈ അപ്ഡേറ്റ് മാത്രം മതി. പിന്നെ കുറച്ച് ട്രാവലിംഗ് ഒക്കെ ഞാൻ ചെയ്യാനായിട്ട് പ്ലാനുണ്ട് ഇൻഷാല്ലാ. ട്രാവലിംഗ് ചെയ്യുന്ന ആൾ തന്നെയാണ്. അപ്പോൾ ഇതിന് മുന്നേയൊക്കെ ട്രാവൽ ചെയ്തിട്ടുള്ളപ്പോഴും വീഡിയോയും കാര്യങ്ങളൊന്നും അത് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇൻഷാല്ലാ ഇനി ഓരോ രാജ്യങ്ങളിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ പിന്നെ ട്രാവൽ സംബന്ധമായിട്ടുള്ള നമ്മൾ ശ്രദ്ധിക്കേണ്ടതും പാസഞ്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, എയർപോർട്ടിനുള്ളിലുള്ള പ്രൊസീജിയർ, ഫ്ലൈറ്റിനകത്ത് നമ്മൾ കീപ്പ് ചെയ്യേണ്ട കാര്യം, ഇതൊക്കെ മാക്സിമം പറ്റുന്ന പോലെയൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് ഷെയർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണോ? അപ്പോൾ അതൊക്കെ ഒന്ന് പറയണം കേട്ടോ. അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് വരും ദിവസങ്ങളിൽ ഇൻഷാല്ലാ ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെയാണ്? സൗദിയിൽ നിൽക്കുന്ന കുറച്ച് പേർക്കൊരു സംശയമുണ്ട്. അതായത് ഇപ്പോൾ ഹസ്ബൻഡ് സൗദിയിൽ നിൽക്കുന്നു, ഫാമിലിയെ റെസിഡൻസ് വിസയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പിന്നെ ചേംബറിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യുമ്പോൾ, അതായത് വിസയ്ക്ക് കൊടുക്കുമ്പോൾ അവർക്ക് ഇപ്പോൾ മാരേജ് സർട്ടിഫിക്കറ്റ്, അതുപോലെ കുട്ടികൾക്കുള്ള ബർത്ത് സർട്ടിഫിക്കറ്റ് ഒക്കെ എംബസി അറ്റസ്റ്റ് ചെയ്യണം, സൗദി എംബസി അറ്റസ്റ്റ് ചെയ്യണം. അത് സൗദിയിൽ നിന്ന് തന്നെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സൗദിയിൽ നിൽക്കുന്ന അവരുടെ കയ്യിലാണ് ഒറിജിനൽ ഡോക്യുമെൻറ്റ്സ് ഉള്ളത്, അപ്പോൾ അവിടെ ഏത് സ്ഥാപനത്തിൽ ഏൽപ്പിച്ചാൽ നടക്കും എന്നൊക്കെയുള്ളതാണ് ചോദിക്കുന്നത്. അവിടെ നിന്നിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധ്യമല്ല. അത് ഇന്ത്യയിൽ ഡൽഹിയിലോ മുംബൈയിലോ ഉള്ള എംബസിയിൽ അയച്ചിട്ട് വേണം ചെയ്യാനുള്ളത്. അപ്പം ഈ വിസ സംബന്ധമായ കാര്യത്തിൽ ഡൽഹി എംബസി അറ്റസ്റ്റേഷൻ തന്നെ വേണം. അതിന് നിങ്ങൾക്ക് അവിടുത്തെ ട്രാവൽ ഏജൻസിയായിട്ട് സമീപിക്കാം, അല്ലെങ്കിൽ നമ്മുടെ തന്നെ റെപ്രസെൻറ്റേറ്റീവ്സ് അവിടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർക്കും എൻ്റെ വാട്സപ്പിൽ വന്നിട്ട് എൻക്വയറി തന്നു കഴിഞ്ഞാൽ ഞാൻ അവരെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ തരാം. അപ്പോൾ ആ സ്റ്റാഫിൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻറ്റ്സ് ആ പറയുന്ന പീരീഡിനുള്ളിൽ 10-15 വർക്കിംഗ് ഡേയ്സ് എടുക്കും. ഒരു 10 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ അറ്റസ്റ്റ് ചെയ്ത് കിട്ടും. അപ്പോൾ എന്നിലൂടെ കണക്റ്റ് ആവുന്ന നമ്മുടെ സ്റ്റാഫിൻ്റെ കയ്യിൽ ഏൽപ്പിക്കുന്നവർ ഡോക്യുമെൻ്റ് കൊടുത്തിട്ടും അത് എൻ്റെ അടുത്തുനിന്ന് അറിയിക്കുക. ഓക്കെ, അപ്പോൾ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ ചോദിച്ചോളൂ, പറയാൻ റെഡിയാണ്. ഓക്കെ,
പിന്നെ ഒരുപാട് മെസ്സേജസിനും എനിക്ക് റിപ്ലൈ കൊടുക്കുക. കാരണം ഒരുപാട് മെസ്സേജസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ മെസ്സേജൊക്കെ അങ്ങ് താഴോട്ടായി പോകുന്നു. അപ്പോൾ എനിക്ക് അത് കുറേയൊക്കെ ഞാൻ സോറി കേട്ടോ, വിട്ടു പോകുന്നുണ്ടെന്ന് തോന്നുന്നു. അർജൻറ്റായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് എനിക്കൊന്ന് റിങ് ചെയ്യുന്നാൽ മതി. അപ്പോൾ ഞാൻ ഇൻഷാ അല്ലാഹ് നോക്കിയിട്ട് റിപ്ലൈ തരാം അപ്പോൾ തന്നെ. പല തിരക്കുകളിലായിട്ട് നിൽക്കുമ്പോൾ ഉള്ളൊരു ഡിലേ വരുന്നതാണ്. പിന്നെ ഇപ്പോൾ ഈ ഉംറ വിസ ഇടാൻ ഒരുപാട് ആപ്ലിക്കേഷൻസ് വരുന്നു. നമ്മളിപ്പം ഉംറ വിസ മാത്രമല്ലല്ലോ, ട്രാവൽ സംബന്ധമായിട്ടുള്ള A to Z സർവീസും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമാണല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും തിരക്കുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി മറ്റു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. ബൈ.